മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മളെ NMMS എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ? കുറച്ച് സമയം മതി. എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. നമ്മളെ ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് ആകർഷിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെയെങ്കിൽ നമ്മളെ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളെ എർത്ത് ഒരു പെർഫെക്റ്റ് സ്പിയർ ആണോ? അല്ലല്ലേ? അതായത് ഈ ചിത്രത്തിലേക്ക് നോക്ക്, ഒരു ജിയോയിഡ് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പ്, അതല്ലെങ്കിൽ കോഴിമുട്ടയുടെ ആകൃതി എന്നൊക്കെ പറയും അല്ലെ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എർത്ത് നമ്മളെ ഭൂമിയുടെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ്, ഇതിനെ നമ്മൾ റേഡിയസ് എന്ന് പറയാം. മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതും റേഡിയസ് ആണ്. എല്ലാ ഭാഗത്തും നമ്മളെ എർത്ത് ഒരു ജിയോയിഡ് ആയതുകൊണ്ട് അതിന്റെ റേഡിയസ് എല്ലാ ഭാഗത്തും ഒരേപോലെയാണോ? ചെറിയ ചെറിയ മാറ്റം വരുന്നുണ്ട് അല്ലേ? ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരും. നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. അപ്പൊ നോക്കിക്കോളൂ, ഈ ഒരു ലൈനെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇക്വറ്റോറിയൽ റീജിയൻ, ഭൂമധ്യരേഖ എന്ന് പറയുന്നു. മുകൾ ഭാഗത്ത് നമ്മൾ പോളാർ റീജിയൻ, ധ്രുവ പ്രദേശങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഇക്വറ്റോറിയൽ റീജിയനിൽ റേഡിയസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണ ബലം കുറയും ഓർത്ത് വയ്ക്കുക. ഇനി പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ റേഡിയസ് വളരെ കുറവാണ്, അകലം വളരെ കുറവ്. അതുകൊണ്ട് അവിടെ ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും ഓർത്ത് വയ്ക്കുക. ഇനി മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അട്രാക്റ്റീവ് ഫോഴ്സ് 0 കണക്കാക്കുന്നു, അല്ലെങ്കിൽ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല. അതുകൊണ്ട് ഒരു വസ്തുവിന്റെ വെയിറ്റ്, ഭാരം എന്ന് പറഞ്ഞാൽ അത് 0 ഓർത്ത് വയ്ക്കുക. ഭാരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0. അപ്പൊ നമ്മളെ ഭൂമിയുടെ എല്ലാ ഭാഗത്തും, സർഫസ് ഏരിയയിൽ എല്ലാ ഭാഗത്തും ഒരേപോലെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് എവിടെ ആയിരിക്കും? പോളാർ റീജിയനിലാണ്. ഏറ്റവും കുറവ് എവിടെയായിരിക്കും? ഇനി ഇക്വറ്റോറിയൽ റീജിയൻ, അതായത് ഭൂമധ്യരേഖ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഒരു വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? 0. പക്ഷേ മാസ് എത്ര വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള അളവെന്നെ എഴുതണം. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ ആരും തെറ്റിക്കാൻ പാടില്ല. ഇതിനെ ബേസ് ചെയ്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. പക്ഷെ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളിത് സെറ്റാക്കിയല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് NMMS എക്സാം അടിപൊളിയാക്കണം.